നമ്മൾ സ്നേഹം, ത്യാഗം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരേ ഒരു വാക്കാണ് അമ്മ. പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു സംഭവം ആ ബന്ധത്തെ പോലും ലജ്ജിപ്പിക്കുന്നതായാണ് മാറിയത്. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയാം. ഈ വീഡിയോ നിങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെയോ കുടുംബ അംഗങ്ങളെയോ പോലും സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനസികമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം. ഇത് മഹാരാഷ്ട്രയിലെ ജൽഗാവിന് സമീപമുള്ള ചഹാഡി എന്ന പേരുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്ന സംഭവം. 2019 ഫെബ്രുവരി മാസം 4-ാം തീയതി ഗ്രാമത്തിലെ ഒരാൾ കാടിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കാടിനുള്ളിൽ ഒരു കാല് പുറത്തേക്ക് നീണ്ടു കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ആദ്യം അത് ഒരു പക്ഷേ ബോധം നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെന്ന് നോക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹം പൂർണ്ണമായി ഞെട്ടിപ്പോയി. അതൊരു മനുഷ്യന്റെ വെട്ടപ്പെട്ട കാലായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തന്നെ അത് 12 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള ഒരു ആൺകുട്ടിയുടേതാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി തോന്നി. ഇത് കണ്ടതോടെ അദ്ദേഹം ഉടൻ പോലീസിന് വിവരം അറിയിച്ചു. വിവരം ലഭിച്ച ഉടൻ പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതെന്താണ് സംഭവിച്ചത്? ആരാണ് ഈ കുട്ടി? ഇത്ര ഭീകരമായ സംഭവം എങ്ങനെ നടന്നു? ഇതാരാണ് ചെയ്തത്? എല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. ഈ അന്വേഷണത്തിനിടെ ഈ പോലീസിന്റെ ശ്രദ്ധ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലേക്ക് തിരിഞ്ഞു. ആ കുടുംബത്തിൽ 4 പേരായിരുന്നു താമസിച്ചിരുന്നത്. ആ കുടുംബനാഥൻ തക്തേഷ് പാട്ടീൽ, അയാളുടെ ഭാര്യ ഗീതാഭായ്, അവരുടെ മകൻ മങ്കേഷ് പാട്ടീൽ, കൂടാതെ അവന്റെ സഹോദരി. ഈ കുടുംബത്തിലെ മകനായ മങ്കേഷ് കഴിഞ്ഞ 2 ദിവസമായി കാണാതായിരിക്കുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് മങ്കേഷിനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിൽ നിന്നും ഈ വെട്ടിയെടുത്ത കാൽ കണ്ടെത്തിയത്. ഇത് കണ്ടപ്പോൾ പോലീസിന് ശക്തമായൊരു സംശയം തോന്നി. ഇത് കാണാതായ മങ്കേഷിൻ്റെതായിരിക്കുമോ എന്ന്. പക്ഷേ അതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. മങ്കേഷ് കാണാതാകുന്നതിന് 2 ദിവസം മുൻപ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഫെബ്രുവരി മാസം 2-ാം തീയതി മങ്കേഷ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്നു. സാധാരണയായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്തേക്കാൾ അവൻ അന്ന് നേരത്തെ വന്നിരുന്നു. അതിനാൽ മങ്കേഷ് വീട്ടിൽ നേരത്തെ എത്തി. ആ ഗ്രാമത്തിൽ സാധാരണയായി ആളുകൾ ശൗചാലയത്തിനായി ബാത്റൂമിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. സാധാരണ പുരോഗമിച്ചിട്ടില്ലാത്ത പല ഗ്രാമപ്രദേശങ്ങളിലും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. മങ്കേഷും അതുപോലെ വീട്ടിലെത്തി വസ്ത്രം മാറി കാടിലേക്ക് പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. അവൻ്റെ അമ്മ വീട്ടിൽ കാത്തിരുന്നു. പക്ഷെ രാത്രിയായിട്ടും മങ്കേഷ് തിരികെ വന്നില്ല. അതോടെ കുടുംബം മുഴുവനും വലിയ ആശങ്കയിലായി. മങ്കേഷിന്റെ അമ്മ കരഞ്ഞ് പൂർണ്ണമായും തളർന്നു. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. പതിയെ ഈ ഒരു വാർത്ത ഗ്രാമം മുഴുവനും പടർന്നു. ഗ്രാമത്തിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മങ്കേഷിനെ തിരയാൻ തുടങ്ങി. പക്ഷേ ദൗർഭാഗ്യവശാൽ മങ്കേഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് കുടുംബത്തെ കൂടുതൽ വിഷമത്തിലാക്കി. അടുത്ത ദിവസം രാവിലെ തന്നെ മങ്കേഷിനെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷെ ആ ദിവസം വൈകുന്നേരം വരെയും പോലീസിന് ഒരു സൂചന പോലും ലഭിച്ചില്ല. അടുത്ത ദിവസം രാവിലെ പോലീസിന് കാട്ടിൽ നിന്നും കണ്ടെത്തിയ ആ കാൽ സംബന്ധിച്ച വിവരം ലഭിച്ചു. ഇതോടെ പോലീസ് പൂർണ്ണമായും ആക്ഷനിലായി. എല്ലാവർക്കും തോന്നിയത് ഒരേ ഒരു കാര്യമാണ്, ഈ കാൽ മങ്കേഷിൻ്റെതായിരിക്കാം എന്ന്. അതിനുശേഷം പോലീസ് ആ മുഴുവൻ കാടും വീണ്ടും തിരയാൻ തുടങ്ങി. തിരച്ചിലിനിടയിൽ പതിയെ മങ്കേഷിന്റെ മറ്റ് ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. എന്നാൽ തല മാത്രം പോലീസിന് എവിടെയും കണ്ടെത്താനായില്ല. അത് ഒരു കറുത്ത അമാവാസി ദിവസമായിരുന്നു. ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു അമാവാസിയായിരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് മാജിക് പോലുള്ള അന്ധവിശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയമെന്ന് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. കൂടാതെ മങ്കേഷിന്റെ ശരീരഭാഗങ്ങൾ വെട്ടി മാറ്റിയ രീതി അതൊക്കെ കാണുമ്പോൾ ഇതൊരു സാധാരണ കൊലപാതകം അല്ലെന്നും ഇത് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടിരിക്കാം എന്ന് തോന്നിപ്പിച്ചു. ഇതോടെ ആ ഗ്രാമത്തിൽ വലിയ പരിഭ്രാന്തി പടർന്നു. ഗ്രാമവാസികൾ ഭയന്നുപോയി. അവരുടെ കുട്ടികൾക്കും ഇതുപോലെ സംഭവിക്കുമെന്ന ഭയത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് പോലും നിർത്തി. കുട്ടികളെ വീടിന് പുറത്തേക്ക് പോലും വിടാതെയായി. ഇതെല്ലാം അത്രമേൽ ഗൗരവമായി മാറിയപ്പോൾ പോലീസും ഈ കേസ് വളരെ സീരിയസ് ആയി എടുത്തു. ഈ കേസ് പരിഹരിക്കാൻ ഏകദേശം 50 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇതിനിടെ മങ്കേഷിന്റെ കുടുംബം ഇപ്പോഴും ഒരു പ്രതീക്ഷയിലായിരുന്നു. ഒരു പക്ഷേ ആരെങ്കിലും മങ്കേഷിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകാം
എപ്പോഴെങ്കിലും തിരികെ വരുമെന്നൊരു പ്രതീക്ഷ. പക്ഷെ പോലീസ് എല്ലാ ശരീരഭാഗങ്ങളും കണ്ടെത്തിയതോടെ, കൂടാതെ അവന്റെ വസ്ത്രങ്ങൾ അതേ സ്ഥലത്തു നിന്ന് തന്നെ കണ്ടെത്തി. ഇതോടെ പോലീസ് മങ്കേഷിന്റെ കുടുംബത്തെ വിളിച്ചു തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. അവരോട് ചോദിച്ചു, ഇതൊക്കെ മങ്കേഷിന്റെ ശരീരഭാഗങ്ങളാണോ, അവന്റെ വസ്ത്രങ്ങളാണോ എന്ന്. കുടുംബം ആ കണ്ട സെക്കൻഡ് തന്നെ പറഞ്ഞു, അതെ, ഇത് ഞങ്ങളുടെ മകൻ മങ്കേഷിൻ്റെതാണെന്ന്. എന്നാൽ അവന്റെ തല അതപ്പോഴും കണ്ടെത്താനായില്ല. ഇതാ കുടുംബത്തെ, പ്രത്യേകിച്ച് മങ്കേഷിന്റെ അമ്മയെ പൂർണ്ണമായും തകർത്തു. അവൾ ഒരർത്ഥത്തിൽ ജീവിച്ചിരിക്കെ തന്നെ തകർന്ന അവസ്ഥയിലായിരുന്നു. അവൾ ഏറ്റവും കൂടുതൽ ദുഃഖിതയായിരുന്നു. സ്വയം നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. തുടർച്ചയായി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ വിഷയം അത്രമേൽ ഗൗരവമുള്ളതായി മാറിയതിനാൽ ഗ്രാമം മുഴുവനും ഈ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. 50 പോലീസ് ഉദ്യോഗസ്ഥരെയും സഹായിക്കാൻ ഗ്രാമവാസികളും മുന്നോട്ട് വന്നു. പോലീസ് ഒരു സെർച്ച് ഓപ്പറേഷൻ ആരംഭിച്ചു. ആദ്യം അവർ പോലീസ് നായകളെ കൊണ്ടുവന്നു. എന്തെങ്കിലും സൂചന കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോലീസ് നായകളെ അതേ കാട്ടിൽ തുറന്നുവിട്ടു. അതിശയകരമായി ആ നായകൾ അവിടെ നിന്നും നേരെ ഓടിപ്പോയത് മങ്കേഷിന്റെ വീട്ടിലേക്കായിരുന്നു. പോലീസിന് ആദ്യം തോന്നിയത് മങ്കേഷിന്റെ ആ ഒരു മണം പിടിച്ചായിരിക്കും നായകൾ വീട്ടിലേക്ക് എത്തിയത് എന്ന്. ഇത് ഉറപ്പാക്കാൻ പോലീസ് വീണ്ടും വീണ്ടും അതേ പരീക്ഷണം നടത്തി. പക്ഷേ എല്ലാ തവണയും സംഭവിച്ചത് ഒരേ കാര്യമായിരുന്നു. നായകൾ വീണ്ടും വീണ്ടും മങ്കേഷിന്റെ വീട്ടിൽ തന്നെ എത്തി. ഇതോടെ പോലീസിന് എന്ത് ചെയ്യണമെന്ന് തന്നെ കുഴപ്പമായി. ഒരു വ്യക്തമായ സൂചന പോലും ലഭിച്ചില്ല. അതിനുശേഷം പോലീസ് മറ്റൊരു മാർഗം ആലോചിച്ചു. അടുത്തുള്ള പ്രദേശങ്ങളിൽ CCTV ക്യാമറകൾ ഉണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ മങ്കേഷിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവസാനിച്ചു. ഇനി പോലീസിന്റെ ലക്ഷ്യം ഇത് ചെയ്തവനെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ ആ ഗ്രാമം വളരെ ചെറുതായതിനാൽ അവിടെ CCTV ക്യാമറകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിന് സമീപം ഒരു ജ്വല്ലറി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നത് പോലീസ് കണ്ടെത്തി. ഫെബ്രുവരി മാസം 2-ാം തീയതിയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും സൂചന കിട്ടുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അവിടെ പോലീസിന് സംശയകരമായ ഒരു ദൃശ്യം ലഭിച്ചു. ആ വീഡിയോയിൽ ഒരു ഭിക്ഷക്കാരൻ ഗ്രാമത്തിൽ ചുറ്റി നടന്ന് ആളുകളിൽ നിന്ന് പണവും ഭക്ഷണവും ചോദിക്കുന്നതായി കണ്ടെത്തി. പക്ഷെ അവന്റെ കയ്യിൽ വളരെ ഭാരമുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. കണ്ടാൽ തന്നെ സംശയം തോന്നുന്ന തരത്തിൽ പോലീസിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം ഉയർന്നു. ഈ ബാഗിനുള്ളിൽ മങ്കേഷ് ഉണ്ടായിരിക്കുമോ? ഇതിനെ തുടർന്ന് പോലീസ് ആ ഭിക്ഷക്കാരനെ ചുറ്റുപാടുകളിലെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ അവനെ എവിടെയും കണ്ടെത്താനായില്ല. അവസാനം ചില ആളുകളുടെ സഹായത്തോടെ പോലീസ് ഒരു ഭിക്ഷക്കാരന്റെ സ്കെച്ച് തയ്യാറാക്കി. ആ സ്കെച്ച് മുഴുവൻ ഗ്രാമത്തിലും ഒട്ടിച്ചു. അതിനൊപ്പം ഈ ആളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അറിയിച്ചു. എന്നാൽ ദുർഭാഗ്യവശാൽ ഇതിന് ശേഷം പോലും പോലീസിന് ഒരു സൂചനയും ലഭിച്ചില്ല. ഇതോടെ പോലീസ് വീണ്ടും നിരാശരായി. ഇനി എന്ത് ചെയ്യും? എവിടെ നിന്നൊരു ലീഡ് ലഭിക്കും? ഈ ഒരു ചോദ്യമായിരുന്നു അവരെ അലട്ടിയത്. മങ്കേഷിന്റെ കുടുംബം അങ്ങനെ സമ്പന്നരായിരുന്നില്ല. അവർക്ക് ആരുമായി വൈരാഗ്യമോ തർക്കമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടി മങ്കേഷിനെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് കൊന്നു അങ്ങനെ ഒന്നും പോലീസിന് തോന്നിയതേയില്ല. എല്ലാം നോക്കിയപ്പോൾ ഇതൊരു കിഡ്നാപ്പിംഗ് കേസ് പോലെ തോന്നിയില്ല. ഗ്രാമവാസികൾക്കും പോലീസിനും ഇതുവരെയും അതൊരു ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട സംഭവമാകാം എന്ന് തന്നെയായിരുന്നു വിശ്വാസം. എന്നാൽ യഥാർത്ഥ സത്യം അതെല്ലാവരെയും പൂർണ്ണമായി ഞെട്ടിപ്പിച്ചെന്നായിരുന്നു. പോലീസിന് ഒരു സൂചന പോലും കിട്ടാത്തതിനാൽ അവർ വീണ്ടും ഒന്നുകൂടെ ഒരു മീറ്റിംഗ് നടത്തി. അവിടെ അവർ ചിന്തിച്ചു, നമ്മൾ എവിടെയാണ് പിഴച്ചത്? ഏത് ഭാഗമാണ് നമ്മൾ കാണാതെ പോയത്? ആ ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമായി. എത്ര തവണ നായയെ ഉപയോഗിച്ചാലും അവ മങ്കേഷിന്റെ വീട്ടിലേക്കാണ് പോയത്. പോലീസ് ആ കാട്, പരിസരം എല്ലാം പരിശോധിച്ചു. പക്ഷെ മങ്കേഷിന്റെ വീട് മാത്രം ഗൗരവമായി പരിശോധിച്ചില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്തവണ അവർ മങ്കേഷിന്റെ വീട്ടിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തീരുമാനിച്ചു. എന്നാൽ ദുർഭാഗ്യവശാൽ അവിടെ നിന്നും പോലീസിന് ഒന്നും കണ്ടെത്താനായില്ല. അതിനുശേഷം പോലീസ് മങ്കേഷിന്റെ അയൽവാസികളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അയൽവാസികളിൽ നിന്നും ഒരു നിർണായക വിവരം ലഭിച്ചു. അവർ പറഞ്ഞത് ഒരു യുവാവ് മങ്കേഷിന്റെ വീട്ടിൽ വളരെ പതിവായി വരാറുണ്ട്. ഇത് കേട്ടതോടെ പോലീസിന് തോന്നി, ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കാം എന്തെങ്കിലും സൂചന, ലീഡ് കിട്ടുക എന്ന്. അവരുടൻ തന്നെ ആ യുവാവായ സമാധാൻ എന്ന യുവാവിനെ പിടികൂടി ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെയും കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. അവസാനം പോലീസിന് മനസ്സിലായി, ഈ കേസിന്റെ യഥാർത്ഥ കേന്ദ്രം മങ്കേഷിന്റെ അമ്മയും അച്ഛനും തന്നെ ആകാം എന്ന്. മങ്കേഷിന്റെ അച്ഛനും അമ്മയും ഈ സമാധാന്റെ മാമനും മാമിയുമായിരുന്നു. അവൻ നേരത്തെ തന്നെ പോലീസിനോട് ഇത് വ്യക്തമായി പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ മാമിയുടെയും മാമൻ്റെയും വീട്ടിൽ പോകുന്നത് സ്വാഭാവികമാണ്, ഇതിലെന്താ പ്രശ്നമെന്ന്. സമാധാൻ മങ്കേഷിന്റെ ഗ്രാമത്തിൽ തന്നെ താമസിച്ചിരുന്നതായിരുന്നു. വീട്ടിൽ നിന്ന് വളരെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മങ്കേഷിന്റെ വീട്ടിലേക്ക് വരുന്നത് വളരെ സാധാരണമായിരുന്നു. പക്ഷെ പോലീസിന് അതിൽ കുറച്ച് സംശയം തോന്നി. അതുകൊണ്ട് സമാധാനെ അവൻ അറിയാതെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ഒരു ഭീകരമായ സത്യം പുറത്തു വന്നത്. പോലീസ് അറിഞ്ഞത് സമാധാൻ സാധാരണയായി മങ്കേഷിന്റെ വീട്ടിലെത്തുന്നത് മങ്കേഷിന്റെ അച്ഛനില്ലാത്ത സമയത്ത്,
മക്കളില്ലാത്ത സമയത്ത്, മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത്. ഈ ഒരു പ്രവർത്തനക്രമം പോലീസിന് കൂടുതൽ സംശയം തോന്നിക്കാൻ കാരണമായി. അതിനുശേഷം പോലീസ് സമാധാനെ വീണ്ടും പിടികൂടി ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവനോട് ഡയറക്റ്റ് ചോദിച്ചാൽ എന്തായാലും പറയില്ല എന്നറിയാം. അതുകൊണ്ട് സത്യം കണ്ടെത്താൻ പോലീസ് ഒരു ട്രിക്ക് ഉപയോഗിച്ചു. സമാധാനം ഇപ്പോൾ പറഞ്ഞു, നീ മങ്കേഷിനെ കൊന്ന രീതി, അവനെ എവിടെ മറച്ചു, എല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം കണ്ടെത്തി. ഇനിയും നിനക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് മാർഗമുണ്ടെന്നും പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോൾ സമാധാൻ വല്ലാതെ ഭയപ്പെട്ടു. അവൻ കരുതിയത് പോലീസ് ഇപ്പോൾ എല്ലാം കണ്ടെത്തി, പോലീസിനെല്ലാം മനസ്സിലായി എന്ന്. അപ്പോഴാണ് സമാധാന്റെ വായ തുറന്നത്. പോലീസ് അപ്പം തന്നെ ഞെട്ടിപ്പോയി. സമാധാൻ പറഞ്ഞത് അവൻ മങ്കേഷിന്റെ വീട്ടിലേക്ക് നിരന്തരം എത്തിയിരുന്നു. മങ്കേഷിന്റെ അമ്മയുമായി ഒരു അടുത്ത ബന്ധം വളർത്തുകയും ചെയ്തു. കാലക്രമേണ അവർ ഒരു സ്വകാര്യ ബന്ധത്തിലേക്ക് കടന്നു. സമാധാൻ പറഞ്ഞത്, സമാധാന് രാജേന്ദ്ര പട്ടേൽ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇവൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രാജേന്ദ്ര പട്ടേലിനോട് പറഞ്ഞു. താൻ മാമിയുമായി എങ്ങനെ ഇടപെടുന്നു, എങ്ങനെയെല്ലാം സംഭവിച്ചു. ഇത് കേട്ടപ്പോൾ രാജേന്ദ്ര പട്ടേലിന് വല്ലാത്ത ആകർഷണം. എനിക്കും ആഗ്രഹമുണ്ട്, നിന്റെ മാമിയുമായി എനിക്കും ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിച്ചു. സമാധാൻ ഉടനെ അതിന് സമ്മതിക്കുകയും ചെയ്തു. മാമിയോട് ചെന്ന് ചോദിച്ചപ്പോൾ അവൾക്കും സമ്മതം. ഇതോടെ നീണ്ട ഒരു രഹസ്യ പ്രവർത്തനക്രമം തന്നെ ആരംഭിച്ചു. ഒരിക്കൽ രാജേന്ദ്രയും സമാധാനും മാമിയോടൊപ്പം വീട്ടിലേക്കും പുറത്തേക്കും ഒക്കെ പോയി. അവരുടെ സഞ്ചാരങ്ങൾ സാധാരണ പോലെ മുന്നേറുകയായിരുന്നു. പക്ഷേ ഫെബ്രുവരി മാസം 2-ാം തീയതി ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. മങ്കേഷ് സമയത്തിന് മുൻപ് തന്നെ വീട്ടിലെത്തി. അവൻ ഫ്രഷ് ആകുന്നൊന്ന് കാട്ടിലേക്ക് പോയപ്പോഴാണ് രാജേന്ദ്രയും സമാധാനും മാമിയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. മങ്കേഷ് സ്കൂൾ വിട്ട് വന്നു എന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. ഇത് ഈ ഒരു ഭീകരതയുടെ വലിയൊരു നാഴികക്കല്ലായി തന്നെ മാറി. പിന്നീട് വലിയ സംഭവങ്ങൾക്കാണ് വഴിവെച്ചത്. അല്പസമയത്തിനുള്ളിൽ മങ്കേഷ് കാട്ടിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കെത്തി. എന്നാൽ ഇവിടെ വാതിലടച്ച് സ്വന്തം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ മങ്കേഷ് വീട്ടിലേക്കെത്തി വാതിൽ തുറന്നു. അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിപ്പിച്ചു. അകത്ത് അമ്മയ്ക്കൊപ്പം 2 പുരുഷന്മാർ. വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. മങ്കേഷ് അങ്ങനെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഒരക്ഷരം മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. മുൻപിലുള്ള മങ്കേഷിന്റെ അമ്മയും മറ്റു 2 പുരുഷന്മാരും. അവർക്കും ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാൽ പെട്ടെന്ന് രാജേന്ദ്ര എഴുന്നേറ്റ് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ ഇരുമ്പ് ദണ്ടെടുത്ത് മങ്കേഷിന്റെ തലയ്ക്ക് ശക്തമായി അടിച്ചു. അപ്പം തന്നെ മങ്കേഷ് മരിച്ചു. എന്നാൽ മങ്കേഷ് മരിച്ചു എന്നതിനു ശേഷവും അവർക്ക് ആ ശരീരം എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. ഒരേ ആശങ്ക. ഇത് ഒരിക്കലും പദ്ധതിയിട്ട് ചെയ്തതല്ല. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ് സംഭവിച്ചത്. മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം ആ മകന്റെയും മാതാവിന്റെയും ബന്ധത്തെ തന്നെ മുറിച്ചു. ഇവർക്കിപ്പോൾ ആ ശരീരം എന്ത് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ട് അവർ ആ അമാവാസി അവർക്ക് അനുകൂലമായി ഉപയോഗിച്ചു. അവർക്കറിയാം ഗ്രാമത്തിലുള്ള ജനങ്ങൾ ബ്ലാക്ക് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് അവർ മങ്കേഷിന്റെ ശരീരം കഷ്ണങ്ങളായി മുറിച്ചു, തല വെട്ടിയെടുത്തു, ബാക്കി ശരീരഭാഗങ്ങൾ കാട്ടിലേക്ക് എറിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്തു എന്ന് കരുതും. മങ്കേഷിന്റെ കുടുംബാംഗങ്ങൾക്കോ ജനങ്ങൾക്കോ പോലീസിനോ യാതൊരു സംശയം വരില്ല എന്ന്. പക്ഷെ പോലീസ് വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചു. അവസാനം തെറ്റ് ചെയ്ത എല്ലാവരെയും കണ്ടെത്തി. ഈ ഒരു കേസ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരുപാട് കേസുകളിൽ ഒരു കുറ്റകൃത്യം സംഭവിക്കുമ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത് അപരിചിതരെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരൊക്കെ ആയിരിക്കും. എന്നാൽ നമുക്ക് അടുത്ത് നിൽക്കുന്നവരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മൾ സ്നേഹിച്ചവരെ, നമ്മുടെ മാതാപിതാക്കളെ ആരും ശ്രദ്ധിക്കാറില്ല. അവരൊന്നും ഒരു തെറ്റും ചെയ്യില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മളെടുക്കുന്ന ഒരു 95% കേസുകളിലും കുറ്റകൃത്യം നടക്കുന്നത് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും. തെറ്റ് ചെയ്യുന്നത് അയൽവാസി ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധുവായിരിക്കാം, സ്വന്തം അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം, സഹോദരനായിരിക്കാം. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മളുമായി ഒരുപാട് ബന്ധമുള്ളവർ, നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവർ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത്. ഇവിടെയും അമ്മയുടെയും മകൻ്റെയും ബന്ധം ഏറ്റവും ശുദ്ധമായൊരു ബന്ധമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം അവർക്കിടയിൽ നടക്കുമെന്ന് ആരും കരുതിയില്ല. ഒരമ്മ മകനോട് ഇങ്ങനെ ചെയ്യില്ല എന്നൊരു തോന്നൽ, വിശ്വാസമായിരുന്നു ഈ കേസ് ഇത്രയും നീണ്ടുപോകാൻ കാരണമായത്. എന്നാൽ അവസാനം സത്യം പുറത്തു വന്നപ്പോൾ ആ ഗ്രാമവാസികൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയാത്തതായി മാറി. സ്വന്തം മകൻ കൺമുൻപിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ പോലും ആ സ്ത്രീ പ്രതികരിച്ചില്ല. അവനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ചെയ്തത്. താൻ കിടപ്പറ പങ്കിട്ട ഒരു പുരുഷൻ തൻ്റെ മകനെ അടിക്കാനായി ഒരു ഇരുമ്പ് ദണ്ട് ഓങ്ങിയപ്പോൾ അവനെ തടയാൻ പോലും ആ സ്ത്രീ ശ്രമിച്ചില്ല. താൻ അത്രയും വർഷം കൊഞ്ചിച്ച് ഓമനിച്ച് വളർത്തിയ മകൻ്റെ ശരീരഭാഗങ്ങൾ ഓരോ കഷ്ണങ്ങളായി വെട്ടുമ്പോൾ പോലും അവളുടെ മനസ്സിൽ യാതൊരു കുറ്റബോധമില്ലായിരുന്നു. അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടില്ലായിരുന്നു. ഇന്നത്തെ സമൂഹം സത്യത്തിൽ ഇങ്ങനെ വഴിപിഴച്ചു പോയിരിക്കുന്നു. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, എനിക്ക് എന്നുള്ളൊരു തീരുമാനമാണ്.
എന്തും ചെയ്യാൻ മടിക്കാത്തവർ. സ്നേഹം, ബന്ധം, കുടുംബം ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ കുറ്റം അതെവിടെ സംഭവിച്ചാലും അവസാനം സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും സഹായിക്കുന്നത്. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഡെയിലി ഒരു വീഡിയോ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.